കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചാർട്ട് അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് FEGനെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നു, ഫെയർ വാല്യൂ ഗ്യാപ്പിനെ പറ്റി. അപ്പോൾ അതിനകത്ത് ഞാൻ 2 കോളം വരച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിപ്പോൾ ഇവിടെ ഓൾറെഡി വരച്ചിട്ടേക്കണത്, പിന്നെ ഈ ഗ്യാപ്പ് ഇപ്പോൾ 4 അവർ ടൈം ഫ്രെയിമിൽ ഇട്ടേക്കണത്. 4 അവർ ടൈം ഫ്രെയിമിൽ ഇട്ടേക്കണത്. ഇപ്പോൾ അതിന് മുകളിലുള്ള ഒരു FEG എടുത്തിട്ട് ഒരു ഗ്യാപ്പ് അപ്പിൽ മുകളിലേക്ക് പോയി. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FEGനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു FEG ഉണ്ടായിരുന്നു, അതിനൊന്ന് മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കങ്ങനെ പല സ്ഥലത്തും കാണാൻ പറ്റും. അതേ ഇവിടെ ഒരു FEG ഉണ്ടായിരുന്നു, എടുത്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഈ FEGനെ റെസ്പെക്റ്റ് ചെയ്യണമായിട്ട് കാണാം പലയിടത്തും. പിന്നെ ഇപ്പോൾ ഈ താഴത്തെ FEG വന്നെടുക്കാൻ സാധ്യത കുറവാണ്. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ഡിലീറ്റ് ചെയ്യാം. ഗ്യാപ്പ് ഇട്ടിട്ട് പോയി. ഇപ്പോൾ ഇവിടെ ഒരു FEG വന്നിട്ടുണ്ട്. ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ വന്ന് ഇവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് താഴത്തേക്ക് ഈ FEG എടുക്കാൻ വരണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ ഒരു സാധ്യതകൾ മാത്രമാണ്. എത്രത്തോളം വർക്കാവുമെന്നൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. എപ്പോഴും നമ്മൾ സാധ്യതകളാണ് മാർക്കറ്റിൽ നോക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വാച്ച് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞതുമാതിരി തന്നെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് ഇറങ്ങി വന്ന് FEG എടുത്തിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന ചെറിയ ഗ്യാപ്പ് എടുക്കുമോയെന്നറിയില്ല. മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് താഴത്തേക്ക് വരുമോയെന്നറിയില്ല. അപ്പോൾ നമ്മൾ വാച്ച് ചെയ്യണം. ഞാൻ ട്രേഡുകൾ എടുക്കുന്നത് ലിക്വിഡിറ്റി കൺസെപ്റ്റിലാണ്. ചെറിയ മൂവ്മെൻ്റൊക്കെ ഞാൻ എടുക്കാറുള്ളൂ. നമുക്കങ്ങനെ അധികം ഹെവി ഫണ്ടിൻ്റെ ആവശ്യം ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് അടിച്ച് ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് കവർ ചെയ്ത് ചെറിയൊരു പ്രോഫിറ്റിൽ ഇന്ന് നിൽക്കണത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, വാച്ച് ചെയ്യണം.